നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 19-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ്.സിയും പ്ലേ ഓഫ് മത്സരം കളിക്കുകയാണ്. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ്.സിയും 22 തവണകളെയാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 9 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്.സിക്കെതിരെ വിജയിച്ചപ്പോൾ 6 മത്സരങ്ങൾ മാത്രമാണ് ഒഡീഷ എഫ്.സിക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് 6 മത്സരങ്ങൾ ഒഡീഷയ്ക്കെതിരെ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ 9 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷ എഫ്.സി തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇരു ടീമുകളും 7 മത്സരങ്ങളാണ് സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗോളുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 29 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്.സിയുടെ പോസ്റ്റിലേക്ക് അടിച്ചുകൂട്ടിയപ്പോൾ തിരിച്ചും 29 ഗോളുകൾ തന്നെയാണ് ഒഡീഷ എഫ്.സിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചുകൂട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിമിട്രിയോസ് ഡെമൻ്റെക്കോസ്, അതേപോലെ തന്നെ ഫെഡർ, അഡ്രിയാൻ ലൂണ, ഡൈസുക്കി സക്കായി, മിലോസ് റിൻസിച്ച്, മാർക്കോ ലെസ്കോവിച്ച് എന്നിവരെ പോലെയുള്ള വമ്പൻ വിദേശ താരങ്ങൾ കളിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരം കടുക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മികച്ച താരങ്ങളുണ്ടെങ്കിൽ പോലും ഒഡീഷ എഫ്.സിക്കും അതേപോലെ തന്നെ മികച്ച സ്ക്വാഡുണ്ട്. റോയ് കൃഷ്ണ, മൊത്താദ ഫൗൾ, അതേപോലെ തന്നെ ഡീഗോ മൗറിഷോ എന്നീ പറയുന്ന ഗോളടി വേട്ടക്കാരനെല്ലാം ടീമിലുള്ളപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പേടിക്കണം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് തന്നെ നമുക്കെടുത്ത് പരിശോധിക്കാം. കഴിഞ്ഞ മത്സരത്തിലെല്ലാം ഫസ്റ്റ് 11-ൽ നമുക്ക് ഗോൾ കീപ്പർ സ്ഥാനത്ത് ലാറേനെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ അടുത്ത മത്സരത്തിൽ കരഞ്ജിത്ത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് 100% ഉറപ്പിക്കാം. കാരണം കരഞ്ജിത്ത് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഫസ്റ്റ് 11-ൽ കളിക്കാത്തത് താരത്തിന് ഇനി പരിക്ക് പറ്റും എന്ന് പേടിച്ച് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇറക്കി കളിപ്പിക്കാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 11-ൽ കരഞ്ജിത്തിനെ ഗോൾ കീപ്പർ സ്ഥാനത്ത് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വിദേശ താരമായ മിലോസ് റിൻസിച്ചും മാർക്കോ ലെസ്കോവിച്ചും അതേപോലെ തന്നെ പ്രീതം കോട്ടാൽ, സന്ദീപ് സിംഗ് എന്നിവരെല്ലാം ഡിഫൻഡ് കാക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. അതേപോലെ തന്നെ മിഡ്ഫീൽഡർ സ്ഥാനത്ത് ജീക്സൺ സിംഗിനെയും അതേപോലെ തന്നെ വിവിൻ മോഹനെയും കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. അതേപോലെ തന്നെ അസർ, അഡ്രിയാൻ ലൂണ, കെ.പി. രാഹുലിന് പകരം ഡിമിട്രിയോസ് ഡെമൻ്റെക്കോസും അതേപോലെ തന്നെ ഫെഡറിനെയും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ലൈനപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കി കളിപ്പിക്കുകയാണെങ്കിൽ മിക്കവാറും ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ഫോമിൽ കളിക്കാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല എല്ലാ താരങ്ങളെയും വെച്ച്. കാരണം പരിക്ക് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. ഏപ്രിൽ 19-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ്.സി മത്സരത്തിൽ ഒഡീഷ എഫ്.സിയുടെ ഹോം മത്സരമാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അനവധി ആരാധകർ സ്റ്റേഡിയത്തിൽ എത്തുമെന്ന് 100% ഉറപ്പിക്കുക. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.